ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരങ്ങൾ അതിരുകടക്കുകയാണ്. വിദേശ മണ്ണിൽ നിന്നും ഇന്ത്യയെ നാണം കെടുത്തിയും ഭരണഘടനയുടെ ചെറുപതിപ്പ് ഉയർത്തിക്കാട്ടിയും ഒക്കെയാണ് രാഹുലിന്റെ പ്രസംഗം ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ രാഹുൽ പറഞ്ഞ ആന മണ്ടത്തരമാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നതും. ഭരണഘടനയെ വെറുത്തതിനാലാണ് ഗോഡ്സെ ഗാന്ധിയെ കൊലപ്പെടുത്തിയത് എന്നതാണ് രാഹുലിന്റെ പ്രസ്താവന. എന്നാൽ രാഹുൽ പറഞ്ഞതിൽ തെറ്റുണ്ടെന്നും ആദ്യം ഭരണഘടന നിലവിൽ വന്ന വർഷവും ഗാന്ധിജിയെ ഗോഡ്സെ വധിച്ച വർഷവും തമ്മിൽ ഒത്തുനോക്കിയാൽ തന്നെ വലിയ അന്തരമുള്ളതായി തന്നെ കാണാൻ സാധിക്കും. എന്നാൽ ഇതൊന്നും ആലോചിക്കാതെ അല്ലെങ്കിൽ ഇതൊന്നും അറിയാതെ തന്നെ ബുദ്ധിശൂന്യമായ രീതിയിൽ രാഹുൽ ഇത്തരത്തിൽ ഓരോ പ്രസ്താവനകൾ നടത്തുകയാണ് എന്നതാണ് വിലയിരുത്തൽ പുറത്തു വരുന്നത്. രാഹുൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു: ഭരണഘടനയെ വെറുത്തതിനാലാണ് ഗോഡ്സെ ഗാന്ധിയെ കൊലപ്പെടുത്തിയതെന്നാണ്. എന്നാൽ ചരിത്രം അറിയുന്നവർ ഇത് കേട്ട് ഞെട്ടുകയാണ് ഉണ്ടായത്. കാരണം എന്തെന്നോ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധിജിയാകട്ടെ 1948 ജനുവരിയിലാണ് കൊല്ലപ്പെട്ടത്. 1949 നവംബർ 15 ഗോഡ്സെയെ തൂക്കിലേറ്റി. പക്ഷേ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് എന്നാണെന്നറിയാമോ? 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷവും ദിവസവും മാസവും ഇതാണ്. 1950 ഭരണഘടന പ്രാബല്യത്തിൽ വന്നത്. ഇതോടുകൂടി തന്നെ രാഹുൽ ഗാന്ധിയുടെ സ്ഥിരം പരിപാടിയാകുന്ന അല്ലെങ്കിൽ പോക്കറ്റിൽ ഇട്ട് നടക്കുന്ന ചുമപ്പും കറുപ്പും ബൈൻഡ് ചെയ്ത ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന പ്രസംഗമാകട്ടെ അല്ലെങ്കിൽ പ്രസംഗിക്കൽ നാടകമാകട്ടെ അത് പൊളിയുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഭരണഘടന അരച്ചു കലക്കി കുടിച്ച ബുദ്ധിരാക്ഷസനായ രാഷ്ട്രീയ നേതാവിനെ പോലെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നത്. ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള നാടക അഭിനയം എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് 1949 നവംബർ 15 തൂക്കിലേറ്റപ്പെട്ട ഗോഡ്സെ 1949 നവംബർ 26 അംഗീകരിക്കപ്പെട്ട ഭരണഘടനയുടെ പേരിൽ ഗാന്ധിജിയെ കൊല്ലുക എന്ന ചോദ്യമാണിപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഒരുപക്ഷെ ശ്മശാനത്തിൽ നിന്നും ഗോഡ്സെയുടെ ആത്മാവായിരിക്കാം ഗാന്ധിജിയെ വധിക്കാൻ എത്തിയതെന്നാണ് ചിലർ പരിഹസിക്കുന്നത്. ഗോഡ്സെ മരണപ്പെട്ടത് 11 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം പ്രസിദ്ധീകരിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടന വായിച്ചുകൊണ്ട് ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നു എന്ന് പ്രസംഗിക്കാൻ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ കഴിയൂ. അദ്ദേഹത്തിന് മാത്രം സ്വായത്തമായ ചില കഴിവുകളാണ് ഇതെല്ലാം എന്നും സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരമാകട്ടെ വിളമ്പുന്ന ഈ ഒരു പ്രസംഗത്തിന്റെ വീഡിയോ, ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി മണ്ടത്തരങ്ങൾ വിളിച്ചു പോകുന്ന വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായി മാറുകയാണ്. പ്രതിപക്ഷ നേതാവാകാൻ എത്ര ചരിത്രബോധമോ ഇതൊന്നും വേണ്ട എന്നതാണ് പലരുടെയും പരിഹാസമായി ഉയർന്നു വരുന്നത്. അതേസമയം നിരന്തരം വിദേശ മണ്ണിൽ നിന്ന് ഇന്ത്യ അപമാനിക്കുന്നത് തുടർന്നിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇത്തവണ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയാണ് രാഹുൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഉയർന്ന ജാതി സമൂഹത്തിന് വേണ്ടി മാത്രം അനുകൂലമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്നതാണ് രാഹുൽ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ വായിൽ തോന്നിയത് പുലമ്പുന്നത് വഴി ഇന്ത്യയുടെ സംസ്കാരവും അന്തസ്സിനും കോട്ടം സംഭവിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇത് കേൾക്കുന്ന വിദേശ രാജ്യത്തെ കുട്ടികളാകട്ടെ അവരുടെ മനസ്സിലേക്ക് തെറ്റായ രീതിയിൽ ഇന്ത്യയെ ചിത്രീകരിക്കപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തെന്നാൽ വിദേശ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് പറയാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വിദേശത്ത് പോയി രാഹുൽ ഗാന്ധി പുലമ്പുന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സമഗ്രമായ പരിഷ്കരണം വേണമെന്നും ഇവിടെ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നു. പെറുവിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യവെയായിരുന്നു രാഹുലിന്റെ ഇത്തരമൊരു കുറ്റപ്പെടുത്തൽ കേട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ, അതായത് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ ആധിപത്യം പുലർത്തുന്ന ഉയർന്ന ജാതിക്കാരുടെ തുടർന്ന് മധ്യജാതികളും താഴ്ന്ന ജാതിക്കാരുമുണ്ട്. രണ്ടാമത്തേത് ഇന്ത്യൻ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്നുവെന്നും ഇന്ത്യൻ ജനസംഖ്യയുടെ ഏകദേശം 90% മധ്യജാതിക്കാരും താഴ്ന്ന ജാതിക്കാരുമാണ് എന്നതാണ് രാഹുൽ ഗാന്ധി ഇതിനായി തന്നെ പ്രസ്താവനയിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.